യിരെമ്യാവ് 28:15. നീ ഈ ജനത്തെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു. ഹനന്യാവ് എന്ന പ്രവാചകൻ ജനത്തോട് വ്യാജം പറഞ്ഞ് അവരെ അതിൽ ആശ്രയിക്കുമാറാക്കി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ശിക്ഷാവിധിക്ക് കാരണമായി. ഹനന്യാവ് ദൈവത്തിൽ നിന്ന് സന്ദേശം സ്വീകരിച്ചു എന്നവകാശപ്പെട്ടു എങ്കിലും യഹോവ അദ്ദേഹത്തെ അയച്ചിട്ടില്ല എന്ന് യിരെമ്യാ പ്രവാചകനിൽ കൂടി ദൈവം അരുളി ചെയ്തു. ദൈവത്തിൻ്റെ നാമത്തിൽ സ്വന്തം താല്പര്യങ്ങളെ വിളിച്ചു പറഞ്ഞു. അത് വലിയ ദുരന്തത്തിന് മുഖാന്തരമായി. ബാബിലോണിലെ പ്രവാസം 2 വർഷത്തിനുള്ളിൽ തീരും, ആ നുകം 2 വർഷത്തിനുള്ളിൽ തകരുമെന്നാണ് വിളിച്ചു പറഞ്ഞത്. അത് ദൈവാലോചനയായിരുന്നില്ല, മനുഷ്യൻ്റെ ഹൃദയത്തിന് കേൾക്കുവാൻ ഇമ്പമുള്ളത് മാത്രമായിരുന്നു. ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കാതെ വ്യാജപ്രവചനത്തിലൂടെ ജനത്തെ വ്യാജത്തിൽ വിശ്വസിക്കുമാറാക്കി. ജനം യഥാർത്ഥമായും ദൈവമയച്ച യിരെമ്യാ പ്രവാചകനെ വിശ്വസിക്കാതെ, ദൈവത്തിൻ്റെ അരുളപ്പാട് വിശ്വസിക്കാതെ വ്യാജത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അവർ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഹനന്യാവ് വേഗത്തിൽ ആ ആണ്ടിൽ തന്നെ 2 മാസത്തിനുള്ളിൽ മരിക്കേണ്ടിയും വന്നു. ഭോഷ്കിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മെ മാത്രമല്ല, നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെയും നമ്മെ ശ്രദ്ധിക്കുന്നവരെയും നശിപ്പിക്കും എന്ന് നാം മനസ്സിലാക്കി ദൈവത്തിനും ദൈവാലോചനയ്ക്കും മാത്രം നമുക്ക് ചെവി കൊടുക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 10:11 അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു എന്ന് ബെരോവയിലെ വിശ്വാസികളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. അപ്രകാരം ആയിരിക്കുന്നതാണ് ദൈവമക്കൾക്ക് ഏറ്റവും ഉചിതം. യിരെമ്യാവ് 29:31 ശെമയ്യാവെ, ഞാൻ അയക്കാതെ ഇരുന്നിട്ടും അവൻ നിങ്ങളോട് പ്രവചിച്ചു, നിങ്ങളെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കി എന്ന് നാം വായിക്കുന്നു. ദൈവത്താൽ അയക്കപ്പെട്ടവർ ദൈവവചനം ഘോഷിക്കുമ്പോൾ അത് നമുക്ക് ആത്മാവിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അല്ലാത്തതൊന്നും ഈ നാളുകളിൽ നമുക്ക് സ്വീകരിക്കാതിരിക്കാം. മറ്റുള്ളവരുടെ ഭോഷ്കിൽ വിശ്വസിക്കാതെ വചനത്തിലെ സത്യത്തിൽ നമുക്ക് വിശ്വസിക്കാം, ആശ്രയിക്കാം. അത് നമ്മെ നിത്യതയോളം വഴി നടത്തും. ദൈവിക പരിജ്ഞാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, സത്യത്തിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.